ശിവൻകുട്ടി ബുദ്ധിമാനായതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാജനെ പോലെ ഇറങ്ങിപ്പോയില്ല. മൈക്കിൽ ആദ്യം പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു, ഈ കാണിക്കുന്നത് ശരിയല്ല, ഇതില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഈ കാണിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആണത്തത്തോടെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഗവർണർ ഓഫീസിൽ നിന്നൊരു ഇണ്ടാസ് ഇറങ്ങി. രാജ്ഭവനിലാണെങ്കിൽ ഞങ്ങൾ ഈ പടം തന്നെ വയ്ക്കും. നിങ്ങൾ ആലോചിക്കുന്ന ഒരു ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു മനുഷ്യൻ എത്ര അധപ്പതിക്കുന്നു നിങ്ങൾ ആലോചിച്ചു. ഞങ്ങളിത് ഇനിയും വയ്ക്കും, അത് വെച്ചാൽ വന്ന് തൊഴാൻ ഞങ്ങൾക്ക് ആളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ വരാൻ ആളുണ്ട്, അവരെ കൊണ്ടിരുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബി ജെ പിയുടെ പരിപാടി, RSSൻ്റെ പരിപാടിയാണ് ഇപ്പോൾ രാജ്ഭവനിൽ നടക്കുന്നത്. ചെലവിന് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ. ഇങ്ങനെയുള്ള ആളുകൾ എന്താ പറയുക, ഗവർണറായിട്ട് വേണോ അല്ലെങ്കിൽ ഗവർണർ സ്ഥാനം തന്നെ വേണോ എന്നുള്ള ചർച്ചയും സുപ്രീം കോടതിയിലൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല കൂലങ്കഷമായ ചർച്ച ഉണ്ടാകണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. സുപ്രീം കോടതി ആലോചിക്കണം, എന്തിനാണ് ഇങ്ങനെ ഒരുത്തനെ അല്ലെങ്കിൽ കൊണ്ടിരുത്തിയിട്ട് കോടിക്കണക്കിന് രൂപ കളയുന്നത് സർക്കാരെന്ന് ആലോചിക്കണം. അയാൾ തോന്നും പോലെ ആളുകളെ പോസ്റ്റ് ചെയ്യുകയാണ് അവിടെ. എല്ലാം ബ്രാൻഡ് ചെയ്യപ്പെട്ട RSSകാരെയും BJPക്കാരെയും മാത്രം. ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ പുരുഷനെന്നാണ് പറയുന്നത്. അയാൾ ഇങ്ങനെ പക്ഷം പിടിക്കും. അയാൾ ഗവർണർ ആകുമ്പോൾ ഇപ്പോൾ PS ശ്രീധരൻപിള്ള അയാൾ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. പക്ഷേ അയാൾ ഗവർണർ ആകുമ്പം പിന്നെ അയാൾക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല. അങ്ങനെയല്ലേ പാടുള്ളൂ.